ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. നൈറ്റ് ഡ്യൂട്ടിയാണ്. നല്ല ക്ഷീണം, രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് വീടൊക്കെ അടിച്ച് തുടച്ച് കുറച്ച് മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആണ് കേട്ടോ. നമുക്ക് ഈ പൂജയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് എനിക്കത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ടയർഡാണ്. ഞാൻ വന്ന വടെ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഥയ്ക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്നത് മുദ്ദ കഴിക്കും. മുദ്ദ ഇന്നലെ വെച്ച മീൻകറി ഉണ്ട് കേട്ടോ. അതിനോട് കൂട്ടി ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ പണി ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തെന്നറിയോ, സാമ്പാർ ഇന്നലെ കറി വെച്ചില്ലേ, മീൻകറി, അതിന് മീൻ എടുത്തിരിക്കുക. അങ്ങനെ കൂട്ടാൻ ഇഷ്ടമില്ലാത്ത ആ മീൻ എടുത്ത് ഞാനിങ്ങ് ഫ്രൈ ചെയ്യുക. അപ്പോൾ ചാറുണ്ട്, ഫ്രൈയും ആയില്ലേ. കാരണം ഇന്നലെ ഫ്രൈ ചെയ്തങ്ങ് തീർന്നു പോയി. മീൻകറിയുടെ ചാറ് ഇരിപ്പുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ മീനെടുത്ത് വറുക്കാനിട്ടെ. ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും. ചില സമയത്ത് ചിക്കൻ കറി വെച്ചിട്ടുണ്ടാവില്ലേ, ആ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യും. ചുമ്മാ ഒരു വെറൈറ്റി. അപ്പോൾ എൻ്റെ മീൻകറി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബോളെങ്കേ അമ്മ രാക്ഷിക്കുട്ട ബാ, ഓടി ബാ ഇങ്ങേ കഴുകാൻ വാഷ് പണണമേ. ഇപ്പം എന്താ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. ഇത് പാടാ കഴുകണ്ട ഞാൻ ഇവിടെ. കഴിഞ്ഞു ഓടി വരുന്നു. പുറമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പാത്തിരിക്കുവാണ് വെള്ളം പിടിക്കാൻ. വട കള്ള എനിക്ക് വീടിൻ്റെ വാതിൽ തുറക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. വീടിൻ്റെ അകത്ത് ഓടി വരും. എനിക്ക് വീടിൻ്റെ അകത്ത് വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുക്കുള്ളതുകൊണ്ട് പേടിച്ച് കട്ടിലിൻ്റെ അടിയിൽ കയറുക. ഇന്നലെ ഇവിടെ ഓടിച്ചെന്നേ. അതാ എനിക്ക് പേടി ഇവിടെ പിടിക്കുമെന്ന്. കാരണം എൻ്റെ ഒരു പൂച്ചക്കുട്ടിനെ പിടിച്ച് വേറെ ഇങ്ങനെ സ്ട്രേ ഡോഗ് പിടിച്ച് കൊന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യാനും അകത്ത് വീടുണ്ട്, എനിക്ക് പേടിയാണ്. വീടിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരാളെ. തുറന്നു കഴിഞ്ഞാൽ അടിച്ച് കയറും. എൻ്റെ കുക്കു പേടിച്ച് കട്ടിലിൻ്റെ അകത്തായി. എന്നാ രാശിക്കുട്ട ഇവിടെ നോക്കുന്നുണ്ടോ? അയ്യ നോ രാശി വേണ എന്നടി ഓക്കെ. ഞാനിവിടെ കഴുകുവാണ്. എന്നെ കഴുകാൻ വിടാതെ നിൽക്കുന്ന ആളെ കണ്ടോ? രാക്ഷി ഡി കഴുകാൻ വാഷ് പണണമേ. ഇപ്പം എന്താ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. കഴുകണ്ട ഞാൻ ഇവിടെ. എന്തൊക്കെയോ പോയി തപ്പിപ്പെറുക്കുക കേട്ടോ. ഇനി ഞാൻ വിടത്തില്ല. എന്നെ അടിക്കുക ഓട്ടണ കണ്ടോ? കാണിച്ചു തരാം. അവിടെ പോയി വേസ്റ്റ് പെറുക്കുന്നു. വട അവിടെ കഴിഞ്ഞു. ഓടി വരുന്നു. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ചെറിയൊരു മുദ്ദ മീൻ കറിക്കകത്ത് എടുത്ത മീൻ ഫ്രൈയും പിന്നെ മീൻ കറിയും തേങ്ങയൊക്കെ അരച്ച് വെച്ചതാട്ടോ. ഇതാണ് ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതുണ്ടോ, മുദ്ദ കഴിക്കുവാണ്. ഞാൻ ആക്ച്വലി വർക്കൗട്ട് ചെയ്തിട്ട് കുടിച്ചൊന്നുമില്ല. കാരണം ഞാൻ നൈറ്റ് 7 മണിക്ക് കഴിച്ചിട്ട് പോകുന്ന. ഇപ്പോൾ സമയം ഇത്ര ആയില്ല. വർക്കൗട്ട് ചെയ്തപ്പോൾ ഏകദേശം 10 മണി. ഞാൻ ഒത്തിരി മടുത്തു. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് പൂജയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മുദ്ദ കഴിക്കുന്നു. ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. ആദ്യമൊക്കെ എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഇതൊക്കെ വലിയ ഹെൽത്തിയാണ്. നമ്മുടെ ഫിലിം സ്റ്റാറുകളൊക്കെ കന്നഡയിലെ ഈ പുനിത്ത് ഇവരൊക്കെ ഏത് ഹോട്ടലിൽ പോയാലും മുദ്ദയെ കഴിക്കുള്ളൂ. അതൊക്കെ അവർ ഇരുന്നാണ് കഴിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇരുന്ന് കഴിക്കുന്നത്. ഇതൊക്കെ ഒരു ശീലമായില്ലേ, ഇങ്ങനെ ടേബിളിൽ ഇരുന്നൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എവിടെ പോലെ ആദ്യം ഒരു മുദ്ദ കഴിക്കും. മുദ്ദ കറി, എന്ത് കറിയാണല്ലോ ഓക്കെ. ഇതിപ്പോൾ എന്നിട്ട് നമ്മളാണല്ലോ ഞാൻ എടുത്തിട്ട് ഇത് കണ്ടു വായി വെച്ച് വിഴുങ്ങണം. വിഴുങ്ങും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചവച്ച് തിന്നിച്ചുകൊണ്ട് പല്ലിലൊക്കെ പിടിക്കും, അറിയാമല്ലോ മുദ്ദയുടെ കാര്യം.
അപ്പോൾ ഉണ്ടല്ലോ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് മുദ്ദ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് വിഷമമായിരുന്നു, ഇതെന്തുവാ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്, ഇതെന്തോ ഇനി ഉരുണ്ടിരിക്കുന്നതൊക്കെ ആലോചിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഹെൽത്തൊക്കെ മനസ്സിലായപ്പോൾ, എൻ്റെ ഹെൽത്തി ആണെന്നൊക്കെ മനസ്സിലായപ്പം അവർ കഴിക്കുന്ന പോലെ തന്നെ ഞാനിങ്ങനെ എടുത്ത് കഴിച്ച് അവർ പഠിപ്പിച്ചു തന്നു എനിക്ക്. എന്നിട്ട് ഞാൻ വിഴുങ്ങും. പിന്നെ എനിക്കിഷ്ടമാണ്. ആദ്യമൊക്കെ എനിക്ക് ത്രോട്ടിന് കുറച്ച് വേദനയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു വിഴുങ്ങുന്നത്. പിന്നെ പ്രാക്ടീസ് ആയപ്പോഴത്തേക്ക് നല്ലപോലെ കഴിക്കും. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇനി ഇവിടുത്തെ ബാംഗ്ലൂരിലെ മലയാളീസിൻ്റെ എല്ലാ വീട്ടിലും ഉണ്ടാവും മുദ്ദ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്കൂളിലേക്കൊരു ആളുണ്ട് കേട്ടോ. അപ്പം പുള്ളിക്കാരുടെ വീട്ടിലും അങ്ങനെയാണ്, മുദ്ദ വെക്കും ചില സമയത്ത്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, മുദ്ദ വെക്കാൻ പറയുമെന്ന് പറയും. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു, വീടൊക്കെ ക്ലീൻ ചെയ്തു, പൂജയൊക്കെ ചെയ്തു. അപ്പം ഞാനിങ്ങനെ പയ്യെ പുറത്തേക്ക് ഇറങ്ങുവാണ്. സമയം ഇപ്പം എത്രയാണെന്നറിയോ? 2 മണിയായി. പോയിട്ടൊരു 1 hour വരണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ.